ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓസം ഷെഫ്. നമ്മുടെ റെസിപ്പി നല്ല വെറൈറ്റി ആയിട്ടുള്ള കിടിലൻ ടേസ്റ്റിലുള്ളൊരു റെസിപ്പിയാണ്. ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം, 250 ml ഒരു ഗ്ലാസ്സാണ്. ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ശരിക്കും വെറൈറ്റി ആയിട്ടുള്ള, നമ്മൾ ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ടൈപ്പിലെ ഒരു റെസിപ്പിയാണ്. അപ്പം നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊന്ന് റെസ്റ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്ക് ഫില്ല് ചെയ്യാൻ ആവശ്യത്തിനുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പം 1/2 കിലോയ്ക്ക് അടുത്തുള്ള ചിക്കനുണ്ട്. ചിക്കൻ ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തേക്കുന്നത്, നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്. ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ലെമണാണ്. ഇതിപ്പോൾ ചെറിയ നാരങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഫുൾ എടുക്കുന്നത്, അല്ലെങ്കിൽ പകുതി എടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു സ്നാക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മൈദയാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ 2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഈസ്റ്റിൻ്റെയൊക്കെ മിക്സിലേക്കാണ് ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറേശ്ശെയായിട്ട് മൈദ ഇട്ട് കൊടുക്കണം. ഇതിപ്പം ഞാൻ 2 ഗ്ലാസ് മൈദയാണ് എടുത്തത്, 1 ഗ്ലാസ്സിന് വെള്ളത്തിന് വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള മൈദയും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് മൈദയും കൂടെ ചേർക്കുന്നുണ്ട്. മൊത്തം 2.5 ഗ്ലാസ് മൈദയാണ് ഞാൻ എടുത്തത്. ആദ്യമായിട്ട് 2 ഗ്ലാസ് മൈദ എടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ബാറ്റർ ലൂസായിട്ടിരിക്കുമായിരുന്നു. അതിനോട് കുറച്ചും കൂടെ മൈദ എടുത്തു. അങ്ങനെ 2.5 ഗ്ലാസ് മൈദയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാം. നമുക്കിതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറിനോ ഒക്കെ റെഡിയാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും ഒക്കെ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. നന്നായിട്ടിപ്പോൾ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ടൊന്ന് കുഴച്ച് 2 മണിക്കൂറെങ്കിലും നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ മാത്രമേ നമ്മളുടെ ഈ ഡൗ നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ. അപ്പം നന്നായിട്ട് നമ്മുടെ മാവ് കുഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിപ്പം നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നല്ലോ, അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. ഇതിന് നമ്മൾ നീളത്തിൽ തന്നെ ചിക്കൻ കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ചിക്കൻ ഫ്രൈ ആകുകയും ചെയ്യും. ഇപ്പം നമുക്ക് ചിക്കൻ ഒന്ന് നോക്കാം. ചിക്കൻ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനിയിപ്പോൾ ഇതിലെ ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആയി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ച് വെക്കാം.
ഇപ്പോൾ അതാ ചിക്കനിലെ വെള്ളമൊക്കെ പറ്റി ഇതിപ്പോൾ ഡ്രൈ ആയി വരുന്നുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതങ്ങ് മാറ്റാവേ. ഇനിയിപ്പം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവൊക്കെ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ആ മാവൊക്കെ ഇപ്പോൾ ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒന്നും കൂടെ കുഴച്ചതിന് ശേഷം ഇതിനെ ബോൾസ് ആക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് ആദ്യം ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പരത്താൻ കുറച്ചുകൂടെ ഈസി ആകും. അതുകൊണ്ടാണ് ഞാൻ പ്രസ് ചെയ്തെടുക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങ് പരത്തിയെടുത്താലും മതി. ഇനി ഇപ്പം നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ ഇതിലേക്ക് ഇപ്പോൾ ഒരു ഇത്തിരി മൈദ ഇട്ടിട്ട് അതിന് പുറത്തേക്കിട്ട് പരത്തിയെടുക്കുക ചെയ്യുന്നത്. നമ്മൾ പരത്തുമ്പോഴത്തേക്ക് ഇത് ഒത്തിരി അങ്ങ് തിന്നായി പോകരുത്. ചെറിയൊരു കട്ടി വേണം. ഒത്തിരി കട്ടിയാകരുത്, എന്നാൽ ചെറിയൊരു തിക്നെസ്സും വേണം. എപ്പോഴും നമ്മൾ ചപ്പാത്തിയും പൂരിയൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. നന്നായിട്ട് നമ്മളൊന്ന് പരത്തിയതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഫുള്ളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണേ. ഇപ്പം നമുക്ക് എന്താ കുക്കി കട്ടറോ മറ്റേ ഗ്ലാസ്സോ സ്റ്റീൽ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു ഫങ്ഷനൊക്കെ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി, ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ ആണെങ്കിലും ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഇതിപ്പം 4 പീസ് ബ്രെഡാണ് നമുക്കിതിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇതിന് നമുക്കൊന്ന് ചുട്ടെടുക്കണം. എല്ലാ ബോൾസും ഇതേപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇതൊന്ന് ചുട്ടെടുക്കണം. ഇനി നമ്മൾ ഇത് ചുടുന്നതിന് മുമ്പ് നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടെ. ഇതിപ്പോൾ നമ്മൾ ചിക്കൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസ് വേണേ. 3 ടേബിൾ സ്പൂൺ മയോണൈസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസുമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. മൊത്തം കൂടെ നമ്മൾ ഒരുമിച്ച് ആഡ് ചെയ്യല്, കുറേശ്ശെയായിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിൽ എല്ലായിടത്തും നന്നായിട്ടിത് കോട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറേശ്ശെ വീതം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കൻ. ഇപ്പം നമ്മുടെ സ്നാക്കിൻ്റെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് നമ്മൾ നേരത്തെ പരത്തി വെച്ച ഈ ബ്രെഡെല്ലാം ഒന്ന് നമുക്ക് ചുട്ടെടുക്കണം. നമുക്ക് പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി എണ്ണയൊന്നും വേണ്ട, വളരെ കുറച്ച് എണ്ണ മാത്രം മതി. ഈ പാനിൽ ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ പരത്തി വെച്ചേക്കുന്ന ഈ റൊട്ടിയെല്ലാം ഒന്ന് ചുട്ടെടുക്കാം.
നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ തിരിച്ച് മറിച്ച് വിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വീട്ടിലൊരു ഫങ്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ കിടിലൻ ഐറ്റമാണ്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് കൊടുക്കണം. ഇപ്പം നമ്മുടെ റൊട്ടി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ സ്നാക്സ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളൊരു റൊട്ടി എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആ സ്പൂണും വെച്ചിട്ടൊന്ന് മടക്കിയെടുക്കണം. അതിനുശേഷം ഇതിലേക്കൊരു കുക്കുംബറിൻ്റെയും സവാളയുടെയും മിക്സാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. അതിനുശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ മിക്സ്, പിന്നെ നമ്മൾ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ജാലപ്പനോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്കും കൂടെ കൊടുത്ത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ടൂത്ത് പിക്കും കൂടെ വെക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ ഇരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിപ്പം നമ്മൾ കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ജാലപ്പനോസ് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ല്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ കൊടുക്കണം. Signing off, Awesome Chef.